പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2025-26 മാത്സ് 6ാം ക്ലാസ്സിലെ ഗണിതവുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കൂ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മെഷർ ആൻഡ് മാർക്ക് ദ ആംഗിൾ ഇൻ ദ ഫിഗേഴ്സ് ബിലോ. താഴെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആംഗിൾ എത്രയാണെന്നാണ് ദ മെഷർ ആൻഡ് മാർക്ക് ദ ആംഗിൾ ഇൻ ദ ഫിഗർ ബിലോ. എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ അറ്റ് ദ സ്ക്വയർ കോർണർ? സ്ക്വയർ കോർണറിലെ ആംഗിൾ ഏതാണെന്നാണ് മെഷർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സ്ക്വയറിലെ ഒരു കോർണറിലെയും ആംഗിൾ എത്രയാണെന്നാണ് മെഷർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഡ്രോ എ സർക്കിൾ, മാർക്ക് 5/8 പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് കളർ ഇറ്റ്. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? നമ്മളൊരു സർക്കിൾ വരയ്ക്കുക, 8 പാർട്ടാക്കുക. നമ്മൾ മൊത്തം 8 പാർട്ടാക്കുക. ഇത് 4 പാർട്ടായി, വീണ്ടും 6 പാർട്ടായി, പിന്നെ എത്ര? 8 പാർട്ടാക്കുക. അപ്പം അടിയിൽ 4ഉം മേലെ 4, അങ്ങനെ 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമ്മളതിൽ എത്ര ഭാഗം കളർ ചെയ്യണം? 5 ഭാഗം കളർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പം മുകളിലത്തെ 4 ഭാഗവും അടിയിലത്തെ 1 ഭാഗവും, അങ്ങനെയാണെങ്കിൽ 5/8 പാർട്ടെന്ന് വരും. അപ്പോൾ ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ മുകളിൽ 4ഉം താഴെ 4ഉം, അപ്പോൾ മൊത്തം 8 പാർട്സ് ആക്കി, ഈക്വൽ പാർട്സ് ആക്കി നമ്മൾ ആ സർക്കിളിനെ ഡിവൈഡ് ചെയ്യണം. ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ 65 ഡിഗ്രി ആംഗിൾ മാർക്ക്ഡ് ഇൻ ദ ഫിഗർ? വാട്ട് ഫ്രാക്ഷൻ ഈസ് ദ 295 ഡിഗ്രി ആംഗിൾ? അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെയാണ്, ആംഗിൾ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ആംഗിൾ. സെൻറ്റർ ഓഫ് ആംഗിൾ മൊത്തം എത്രയായിരിക്കും? സെൻറ്റർ ഓഫ് ദി ആംഗിൾ മൊത്തം എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പം ആംഗിൾ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 65 ഡിഗ്രി ആംഗിൾ ഈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആംഗിൾ ഈസ് 65 ഡിവൈഡഡ് ബൈ 360. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13/72 പാർട്ട് ഓഫ് ദി സർക്കിളിന് കിട്ടും. പാർട്ട് ഓഫ് ദി സർക്കിൾ. അങ്ങനെയാണെങ്കിൽ 295 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? 295 ഡിഗ്രി ആംഗിൾ ഈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് എഴുതാം 295 ഡിവൈഡഡ് ബൈ 360 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50/9, 72 പാർട്ട് ഓഫ് ദി സർക്കിൾ. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 295/360 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 59/72 പാർട്ടെന്ന് കിട്ടും. പാർട്ട് ഓഫ് ദി സർക്കിളിന് കിട്ടും. ആക്ടിവിറ്റി 2, നമ്മൾ റൈറ്റ് 1/2 വിത്ത് 36 ആസ് ദ ഡിനോമിനേറ്റർ ഇൻ ദ ഫ്രാക്ഷൻ ഫോം. അതായത് 1/2 എന്ന ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യയെ നമ്മൾ 36 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന രീതിയിൽ, ഛേദമായിട്ട് വരുന്ന രീതിയിൽ ഒരു ഫ്രാക്ഷൻ ഫോം, ഒരു ഭിന്നസംഖ്യയാക്കി മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 36 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആയിട്ട് വരണം, ഛേദമായിട്ട് വരണം. നമുക്കറിയാം 36/2 എന്ന് പറഞ്ഞാൽ 18 ആയിരിക്കും, അതിൻ്റെ ഹാഫ് അല്ലേ? 36ൻ്റെ 18 ഈക്വൽ പാർട്സ് വരും. To get 1/2 of the total form 36 equal parts, we need to take 36/2, അതായത് 18 പാർട്സ് എന്ന് കിട്ടും അല്ലേ? അതായത് മുകളിലും 18 താഴെയും 18, മൊത്തം 36. അപ്പോൾ 36/2 എന്ന് പറഞ്ഞാൽ 18 ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഫോം ഓഫ് വിത്ത് 36 ആസ് ദ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 18/36 18/36 എന്ന് എഴുതാം. 18/36 ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 1/2 എന്ന് കിട്ടും. 36/2 എന്ന് പറഞ്ഞാൽ 18 ആണെങ്കിൽ 18/36, 36നെ ഡിനോമിനേറ്റർ ആക്കി എഴുതി കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും. 1 × 18 18, 2 × 18 36 അല്ലേ? ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 18/36
36 എന്നാണ് എഴുതേണ്ടത്. അതാണ് 1/2 ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് 3 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 1/5. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, 1/5ൻ്റെ 3 ഡിഫറെൻറ്റ് ഫോംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ബി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ 1/5 ആണ്. രണ്ടിനെയും ഒരേ ഡിനോമിനേറ്ററിൻ്റെയും ന്യൂമറേറ്ററിൻ്റെയും ഒരേ സമയം നമ്മൾ എടുക്കുന്ന ഏത് സംഖ്യയാണോ അതിനെയും കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 2 2, 5 × 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2/10. 2/10 ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 × 2 2, 5 × 2 10. അപ്പോൾ 1/5 എന്ന് കിട്ടി. ഇതുപോലെ 1/5നെ വേറെ എന്തും കൊണ്ട് ചെയ്യാം? 3യും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററിൽ ഒരേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതാണോ എടുക്കുന്നത് അതിനെ. അപ്പം 1 × 3 3, 5 × 3 15. അപ്പോഴും എന്താ കിട്ടണേ? 1 × 3 3, 5 × 3 15 അല്ലേ? ഇനി നെക്സ്റ്റ് 5 × 4 കൊണ്ട് ചെയ്ത് നോക്കാം അല്ലേ? 1 × 4. രണ്ടിനെയും ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 4 4, 5 × 4 20. അപ്പോൾ 4/20 എന്ന് പറഞ്ഞാൽ 1 × 4 4, 5 × 4 20. അപ്പോൾ 1/5. അപ്പോൾ അതാണ് ഡിഫറെൻറ്റ് ഫോംസ് 1/5 കൊണ്ട് ചെയ്യുന്നത്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് 3 ഫോംസ് ഓഫ് ദ നമ്പർ പെയർസ് 1/3 ആൻഡ് 1/4 വിത്ത് ദ സെയിം ഡിനോമിനേറ്റർ. സെയിം ഡിനോമിനേറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. 1/3യും 1/4ഉം ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. സി ക്വസ്റ്റ്യനിൽ 1/3 1 × 4 4, 3 × 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4/12 എന്ന് കിട്ടി. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് സെയിം ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡിനോമിനേറ്റർ, ഛേദം ഒരുപോലെ ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 1/3ൻ്റെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 4/12 കിട്ടി. അപ്പോൾ ഇനി 1/4 ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എന്ത് തന്നെയായിരിക്കണം? 12 ആയിരിക്കണം. അപ്പോൾ 1/4 ചെയ്ത് നോക്കാം. 1/4നെ 1 × 3 കൊണ്ട് ചെയ്തു. 4 × മുകളിൽ ഏതാണ് എടുക്കുന്നത് അതിനെയും കൊണ്ട് തന്നെ താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 3 3, 4 × 3 12. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് കിട്ടി. കണ്ടോ? 12ഉം 12ഉം. ഇനി നെക്സ്റ്റ് വേറൊരെണ്ണം. അങ്ങനത്തെ 3 ഡിഫറെൻറ്റ് ഫോംസ് ചെയ്താനാണ്. ഇനി 1/3നെ നമുക്ക് മറ്റൊരു സംഖ്യയും കൊണ്ട് 1/8 കൊണ്ട് ചെയ്തു നോക്കാം. താഴെയുള്ള 3നെയും നമ്മൾ 8 കൊണ്ട് ചെയ്യണം. അപ്പോൾ 1 × 8 8, 3 × 8 24. അപ്പോൾ താഴെ നിങ്ങൾക്ക് അടുത്ത 1/4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡിനോമിനേറ്റർ ഏതാണ്? 24 ആണ്. അപ്പോൾ 1/4 ചെയ്യുക. 1/4നെ നമുക്ക് എന്ത് 1 × 6 ഡിവൈഡ് ബൈ 4 × 6 ചെയ്ത് നോക്കാം. 1 × 6 6, 4 × 6 24. കണ്ടോ? 24 കിട്ടുന്ന രീതിയിൽ ചെയ്യാം. ഇങ്ങനത്തെ 3 ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അനദർ ഫോം ഓഫ് 2/3? 2/3യുടെ മറ്റൊരു ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോന്നും ചെയ്ത് നോക്കാം. 2/3 എന്ന് കിട്ടണമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ 8/12 ആണ്. നോക്കിയേ, 8/12 നമുക്ക് നോക്കാം. 1 4 4, 24 8 അല്ലേ? 3 4 12. അപ്പം നമുക്ക് എത്ര കിട്ടി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2/3 എന്നാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഫോം 8/12 ആണ്. ആക്ടിവിറ്റി 3. വാട്ട് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 30/45 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 30/45ൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2 × 15 ചെയ്താൽ നമുക്ക് 30 കിട്ടും. അതുപോലെ 3 × 15 രണ്ടും ഒരേ സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 എന്ന് കിട്ടും. 30/45 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2/3. ഇതാണ് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 66 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് ടു ബി ഡിവൈഡഡ് ഈക്വലി എമംഗ് 24 പീപ്പിൾ. 24 പേർക്ക് 66 ലിറ്റർ മിൽക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് പേഴ്സൺ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 66 ലിറ്റർ ആണുള്ളത്. 24 ആൾക്കാർക്കാണ്. അപ്പോൾ ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് പേഴ്സൺ
കിട്ടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 66/24 എന്ന് എഴുതാം. 66/24. ഇനി ഇതിനെ നമുക്ക് മറ്റേ വേറെ ഫോമിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ എങ്ങനെയാണ്? 11 × 6 ആണ് 66 അല്ലേ? അപ്പോൾ അതേപോലെ താഴെ ഒരു 6 വരണം. 24 കിട്ടണമെങ്കിൽ ഏത് സംഖ്യയും കൊണ്ടാണ്? 6 4 24 അല്ലേ? 6 4 24. ഇത് രണ്ടും സെയിം ആയിട്ട് വന്നു. അപ്പം നമുക്ക് എന്താ? ഇത് രണ്ടും വെട്ടിപ്പോവാം. അപ്പം നമുക്ക് എത്ര ബാക്കി കിട്ടണേ? 11/4 എന്ന് കിട്ടും. 11/4 എന്ന് കിട്ടും. ഈ 11/4 എന്ന് പറയുന്നത് ഇത് ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. ഇതിപ്പോൾ സിമ്പിൾ ഫോം ആണ്. ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. അതായത് മുകളിൽ നമുക്ക് 11 കിട്ടണം. അപ്പോൾ 1 4 4 24 8 24 8 എന്ന് കിട്ടി. 8 + 11 കിട്ടണമെങ്കിൽ 3 അല്ലേ? 9 10 11 ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് 1 4 4 24 8. അപ്പോൾ 2 × 4 + 3 ഈ ഫോമിലേക്ക് മാറ്റി എഴുതാം. ഒന്നെങ്കിൽ ഇതായിട്ട് ആൻസർ എഴുതാം, അല്ലെങ്കിൽ 11/4. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ. A 140 cm long rope is cut into 16 pieces of equal length. What is the length of each piece? സെയിം ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 140 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വലിയൊരു കയറിനെ 16 പീസസ് ആയിട്ട് കട്ട് ചെയ്തു. 16 പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അങ്ങനെയാണ് ഈക്വൽ ലെങ്ത്തിൽ. അങ്ങനെയാണ് വാട്ട് ലെങ്ത് ഓഫ് ദ ഈച്ച് പീസ്. ഓരോ പീസിനും എത്ര ലെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 140 കിട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? 4 × 5 × 7 അല്ലേ? ഡിവൈഡ് ബൈ 16 കിട്ടാനായിട്ട് എന്തായി? 16 4 × 4 രണ്ടിലും 4 ഉണ്ട്. 4 × 5 × 7 ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 140 കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ 4 × 4 ചെയ്താൽ 16 കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടണേ? ഈ 4ഉം വെട്ടിപ്പോകും. പിന്നെന്താ ഉള്ളത്? 7 5 35. മുകളിൽ എത്രയാണ്? 35 ബൈ 4 എന്ന് കിട്ടും. 35/4 എന്ന് കിട്ടും. ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. 8 3/4 എന്ന് മാറ്റി എഴുതാം. 4 32 32 3 35 ഇങ്ങനെയൊക്കെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 35/4 എന്ന് എഴുതിയിട്ട് അവസാനിപ്പിക്കാം. ഇങ്ങനെ എഴുതിയാലും നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ്, റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 48/64. 48/64ൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 48/64. അപ്പോൾ നമുക്ക് 2 × 2 × 2 × 2 × 3 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. 48ൽ വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നിങ്ങൾ നോക്കിയിട്ട് വേണം ഇത് എഴുതാൻ കേട്ടോ. 2 × 2 × 2 × 2 × 2 × 2 ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ എത്ര? 1 2 3 4 4 2 സെയിം ആണ്. 1 2 3 4 പിന്നെ എത്രയുണ്ട്? 3/2 × 2 4. അപ്പോൾ 3/4. ആദ്യം 48ലും 64ലും വന്നിട്ടുള്ള പൊതുവായ ഘടകങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ ഈ 140/16 ചെയ്യുമ്പോഴും അതിൽ പൊതുവായ ഘടകങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ക്യൂബ് വിത്ത് സൈഡ് ലെങ്ത് ഓഫ് 1 cm? സൈഡ് ലെങ്ത് 1 cm ആയിട്ടുള്ളതിൻ്റെ ക്യൂബിൻ്റെ വോളിയം എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. 1 cm സൈഡ് ലെങ്ത് ആണെങ്കിൽ എൻ്റെ വോളിയം എന്ത് തന്നെയായിരിക്കും? 1 cubic centimeter ആയിരിക്കും. എത്രയായിരിക്കും? 1 cubic centimeter. ഇനി ബി ക്വസ്റ്റ്യൻ. എ ക്യൂബ് മെയ്ഡ് ഓഫ് അയൺ ഹാസ് സൈഡ് ലെങ്ത് 10 cm. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഇപ്പോൾ നമ്മൾ പറഞ്ഞു 1 cm ആണെങ്കിൽ അത് ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്യൂബ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് അയൺ ഹാസ് സൈഡ് ലെങ്ത് ഓഫ് 10 cm ഇതും കൊണ്ടാണ്, അയൺ കൊണ്ടാണ്. സൈഡ് ലെങ്ത് 10 cm ആണ്. അതിൻ്റെ വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇഫ് 1 cubic centimeter ഓഫ് അയൺ വെയ്റ്റ് 9 gram. ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 9 grams ആണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ക്യൂബ്? അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ബി ആണ് കേട്ടോ. ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 cm ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നതും എത്രയായിരിക്കും? 10 cm ആണ്. ഹൈറ്റ് എന്ന് പറയുന്നതും ഇതിൻ്റെ 10 cm ആണ്. ഹൈറ്റ് എന്ന് പറയുന്നതും 10 cm ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. LBHL. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു
ഹൈറ്റാണ്. അപ്പോൾ 10 × 10 × 10 അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് ക്യൂബിൻ്റെ വോളിയാണ് ചോദിച്ചിരിക്കുന്നത്. ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ക്യൂബാണ് ചോദിച്ചിരിക്കുന്നത്. ദ വെയിറ്റ് ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? ദ വെയിറ്റ് ഓഫ് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണുള്ളത്. 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയണിൻ്റെ 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 9 ഗ്രാംസ് ആണ്. 9 ഗ്രാംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ക്യൂബ് എത്രയായിരിക്കും? ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ക്യൂബാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ക്യൂബ് എന്ന് പറയുന്നത് മൊത്തം എത്രയുണ്ട്? ക്യൂബ് 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1000 ഇൻറ്റു എത്രയാണ്? 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9000 ഗ്രാംസ് എന്ന് കിട്ടും. 9000 ഗ്രാംസ്. അപ്പോൾ വോളിയം ഓഫ് ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ LBH ആണ്. ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് 10 സെൻറ്റിമീറ്റർ, ഹൈറ്റും 10 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ക്യൂബ് L × B × H 10 × 10 × 10. അപ്പോൾ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 1 ക്യൂബിക് സെൻറ്റിമീറ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 9 ഗ്രാം ആണ്. അപ്പോൾ 1000ൻ്റെ കണ്ടുപിടിക്കാൻ 1000 × 9 ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ഷേപ്പ് ഗിവൺ ബിലോ. ഓൾ മെഷേഴ്സ് ആർ ഇൻ സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഷേപ്പിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്യൂബ് എടുക്കും. ഫസ്റ്റ് എടുക്കണം, സെക്കൻഡ് എടുക്കണം, തേർഡ് എടുക്കണം. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് നമുക്ക് ചെയ്ത് നോക്കാം. സി ആണ് ഇത് ഓപ്ഷൻ. ഇനി നമുക്ക് നോക്കാം. ദ വോളിയം ഓഫ് ഫസ്റ്റ് പാർട്ട് നമുക്ക് തന്നിട്ടുണ്ടല്ലേ? 3 പാർട്ട് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ നമുക്ക് നോക്കാം. വോളിയം ഓഫ് ദി ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണ്? 16 × 4 × എത്രയാണ്? 3. 16 × 4 × 3 ആണല്ലേ? അപ്പോൾ എങ്ങനെയാണ്? L × B × H അല്ലേ? 16 × 4 × 3. അപ്പോൾ എത്ര കിട്ടും? 192 ക്യൂബിക് സെൻറ്റിമീറ്ററിന് കിട്ടും. ഇനി രണ്ടാമത്തെ വോളിയം ഓഫ് സെക്കൻഡ് പാർട്ടിൻ്റെ നോക്കാം. സെക്കൻഡ് പാർട്ടിൻ്റെ എത്രയാണെന്ന് നോക്കൂ. സെക്കൻഡ് പാർട്ടിൻ്റെ 4 ആണ്. അപ്പോൾ അത് എത്രയായിരിക്കും? 4 ആയിരിക്കും. ഹൈറ്റ് എന്ന് പറഞ്ഞത് സെയിം തന്നെയായിരിക്കും അല്ലേ? 3. ഹൈറ്റ് എന്ന് പറഞ്ഞത് സെയിം ആയിരിക്കും അല്ലേ? 4, 4, 3. അപ്പോൾ എങ്ങനെ എഴുതും? നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് പാർട്ടിൻ്റെ 4 × 4 × 3. അപ്പോൾ എത്ര കിട്ടി? 48 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി ഏതാ കാണുന്നത്? വോളിയം ഓഫ് തേർഡ് പാർട്ടിൻ്റെ നോക്കണം. വോളിയം ഓഫ് തേർഡ് പാർട്ടിൻ്റെ നോക്കണം. തേർഡ് പാർട്ടിൻ്റെ എങ്ങനെയാണെന്ന് നോക്കൂ. ഏതൊക്കെയാണ്? തേർഡ് പാർട്ടിൻ്റെ 2 അല്ലേ? 6 മൊത്തം 16 അല്ലേ? 16 × 4 × 3. 16 അല്ല 6. 6 × 4 × 3 എന്നാണ് കിട്ടുക. 6 × 4 × 3 അല്ലേ? ഇത് 6, 4. ഹൈറ്റ് എന്ന് പറയുന്നത് 3. 6 × 4 × 3. നമുക്കിങ്ങനെ എഴുതാം. 6 × 4 × 3. ടോട്ടൽ എത്രയാണ്? 192 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 3 എണ്ണത്തിൻ്റെയും വോളിയം കിട്ടി. ആദ്യം വോളിയം ഓഫ് ഫസ്റ്റ് പാർട്ട് കിട്ടി 192. സെക്കൻഡ് പാർട്ടിൻ്റെ കിട്ടി 48. മൂന്നാമത്തെ കിട്ടി എത്രയാണ്? 192. ഇനി നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ വോളിയം ഓഫ് ദി ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3 എണ്ണത്തിൻ്റെയും കൂടി കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ വോളിയം ഓഫ് ദ ഷേപ്പിൻ്റെ വോളിയം എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? 192 + 48 + 192. അപ്പം മൊത്തം 432 ക്യൂബിക് സെൻറ്റിമീറ്ററിന് കിട്ടും.
അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് തന്നിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് ഷേപ്പിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് കാണുക. പിന്നെ സെക്കൻഡിൻ്റെ കാണുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് കാണുക. മൂന്നാമത്തേൻ്റെയും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് കാണുക. അതിന് ശേഷം മൂന്നും കൂടെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് ദി ഷേപ്പ് കിട്ടും. ഇനി ഇതിൻ്റെ ഡി ക്വസ്റ്റ്യൻ, ഹൗ മെനി ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആർ ഇൻ 1 ലിറ്റർ? 1 ലിറ്ററിൽ എത്രയായിരിക്കും? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയണത് 1000 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. Activity 5. By how many times will the volume of a rectangular block increase if its length, breadth and height are doubled? എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ നീളവും വീതിയും ഉയരവും ഇരട്ടിയാക്കിയാൽ അതിൻ്റെ വോളിയം എത്ര മടങ്ങ് വർദ്ധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ വോളിയം എത്ര മടങ്ങ് കൂടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 8 മടങ്ങായിരിക്കും കൂടുക. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എ കണ്ടെയ്നർ ഹാസ് ഇന്റേണൽ ലെങ്ത് ഓഫ് 90 സെന്റിമീറ്റർ, വിഡ്ത്ത് 70 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 60 സെന്റിമീറ്റർ. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു എ ഹൈറ്റ് ഓഫ് 30 സെന്റിമീറ്റർ. How many more liters of water are need to fill it completely? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കണ്ടെയ്നറിൻ്റെ ഇന്റേണൽ ലെങ്ത് എന്ന് പറയുന്നത് 90 സെന്റിമീറ്ററും വിഡ്ത്ത് 70 സെന്റിമീറ്ററും ഹൈറ്റ് 60 സെന്റിമീറ്റർ ആണ്. അതിൽ 30 സെന്റിമീറ്റർ ഹൈറ്റിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഹൗ മെനി മോർ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ ഇറ്റ് കംപ്ലീറ്റ്ലി? ഫില്ലാവാൻ എത്രത്തോളം വെള്ളം കൂടുതൽ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സാധനങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളത് എടുത്ത് എഴുതണം. നിങ്ങൾ ആദ്യം എന്തൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് എഴുതണം. ലെങ്ത് എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ. ഇനി വിഡ്ത്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 70 സെന്റിമീറ്റർ. എന്തൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ അതൊക്കെ എടുത്ത് ആദ്യം എഴുതണം. ഹൈറ്റ് എത്രയാണ്? 60 സെന്റിമീറ്റർ. എന്തിൻ്റെയാണ്? കണ്ടെയ്നറിനെ കേട്ടോ. ഇനി അപ്പോൾ വോളിയം ഓഫ് കണ്ടെയ്നർ നമുക്ക് കിട്ടും അല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നമുക്കുണ്ട്. അപ്പോൾ വോളിയം ഓഫ് കണ്ടെയ്നർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം ഓഫ് ദ കണ്ടെയ്നർ എന്ന് പറയുന്നത് L ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ലെങ്ത് 90 ഇൻറ്റു 70 ഇൻറ്റു 60. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത്രയും ക്യൂബിക് സെന്റിമീറ്റർ കിട്ടും. ഇനി അപ്പോൾ ഇതാണ് എന്ത് കണ്ടെയ്നറിന്റെ വോളിയം എന്ന് പറയുന്നത്. 3,78,000. ഇത്രയും ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ പറയണത്? അതിൽ എത്ര നമ്മൾ വാട്ടർ നിറച്ചത് ഫില്ല് ചെയ്ത വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സോ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ദ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ കണ്ടെയ്നർ എത്രയായിരിക്കും? ഇപ്പോൾ ഉള്ളത് 90 ഇൻറ്റു 70 ഇൻറ്റു 30 ആണുള്ളത്. അപ്പോൾ നമുക്ക് 1,89,000 ക്യൂബിക് 90,000 എന്ത് കിട്ടും? ക്യൂബിക് സെന്റിമീറ്ററിന് ഉത്തരം കിട്ടും. അതായത് ഇപ്പം നമുക്കതിൽ എത്രത്തോളം വെള്ളമുണ്ട്? 30 ആണുള്ളത് അല്ലേ? ഇനി നമുക്ക് ഇപ്പം രണ്ടും കിട്ടിയാണ്. ഇനി ഫില്ല് ചെയ്യാൻ എന്താണ്? ടോട്ടലുള്ള വോളിയം എന്ന് പറഞ്ഞത് ഇത്രയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 1,89,000 ക്യൂബിക് സെന്റിമീറ്റർ വെള്ളമാണ് അതിനകത്ത് വാട്ടർ അല്ലേ? വോളിയം ഓഫ് ദ വാട്ടർ ഇൻ ദ കണ്ടെയ്നർ. ആ കണ്ടെയ്നറിലെ വാട്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇനി എത്ര ഫില്ല് ചെയ്യാനുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി ഇല്ലേ? നമുക്ക് 3,78,000 നിന്ന് താഴെ പറഞ്ഞതിനെ നമുക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ദ വോളിയം ഓഫ് വാട്ടർ
needed to fill the container. മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ബാലൻസ് അപ്പോൾ നമുക്ക് ഇപ്പോഴും കിട്ടുന്നത് എത്രയാണ്? 1,89,000 ക്യൂബിക് സെൻറ്റിമീറ്റർ വെള്ളവും കൂടെ ഫില്ല് ചെയ്യണം എന്നാണ്. അതായത് അതിൻ്റെ പകുതി ഉണ്ട് അപ്പോൾ അല്ലേ? നമ്മൾ പറയണത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? ടോട്ടൽ ഇത്രയും വേണമെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇപ്പം നിലവിൽ 30 ഇതിൽ നമ്മൾ നിറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഇത്രയാണ് കിട്ടുന്നത്. ഇനി അപ്പോൾ ബാക്കി കണ്ടുപിടിക്കാൻ ഇതിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ നമുക്ക് ബാക്കിയായിട്ട് പകുതി ഉണ്ട്. അപ്പോൾ ബാക്കി പകുതിയും കൂടെ ഉള്ളൂ അല്ലേ? അപ്പോൾ അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുക. അതായത് ഇനി ഇതിനെ ലിറ്ററിലേക്ക് എഴുതുമ്പോൾ 189 ലിറ്ററിന് നമുക്ക് എഴുതാം. 189 ലിറ്ററിന് എഴുതാം. ഇതാണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A rectangular block made of iron has length of 16 cm, width of 8 cm and height of 4 cm. If it is melted and recast into cube, what will be length of one side of the cube? എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ റെക്റ്റാങ്കുലർ ബ്ലോക്ക് മെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അയൺ എടുത്ത് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ആണ്, 8 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മെൽറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ എന്താക്കി ഒരു ക്യൂബാക്കി മാറ്റി. വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ ക്യൂബ്? അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ വൺ സൈഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാം? നമ്മളതിൻ്റെ സി ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ലെങ്ത്ത് എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. വിഡ്ത്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് എത്രയായിരിക്കും? റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന് പറയുന്നത് വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് 16 × 8 × 4 ആണ്. അപ്പോൾ ഇത് മൂന്നും ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 512 ക്യൂബിക് സെൻറ്റിമീറ്ററിന് കിട്ടും. ഇനി നമ്മുടെ ക്യൂബിൻ്റെ പ്രത്യേകത എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ്. അപ്പോൾ വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ വോളിയം ഓഫ് ദി റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആയിരിക്കും അല്ലേ? ദ വോളിയം ഓഫ് ദ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആയിരിക്കും. രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ? ഓൾ സൈഡ്സ് ഓഫ് ക്യൂബ്സ് ആർ ഈക്വൽ. ദ വോളിയം ഓഫ് ദ ക്യൂബ് ഇസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഇസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 512 ആണ് അല്ലേ? അപ്പോൾ ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 × 8 × 8. ഇത് മൂന്നും ഗുണിച്ചുമ്പോൾ നമുക്ക് എത്ര കിട്ടണേ? 512 എന്നാണ് കിട്ടണേ. അപ്പോൾ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ദ ലെങ്ത് ഓഫ് വൺ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് ദി റെക്റ്റാങ്കുലർ ബ്ലോക്കിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതായത് ലെങ്ത്തിൻ്റെ വിഡ്ത്തിൻ്റെ ഹൈറ്റ്, അതായത് മൂന്നും സൈഡും ക്യൂബിൻ്റെ പ്രത്യേകതയാണ് എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ എല്ലാ സൈഡും നമുക്ക് 512 കിട്ടണമെങ്കിൽ 8 × 8 × 8 എന്ന് ഗുണിച്ചാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. 8 × 8 × 8 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 512 കിട്ടുക. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി അതിൻ്റെ ഡി ക്വസ്റ്റ്യൻ നോക്കാം. എ ക്യൂബ് വിത്ത് സൈഡ് ലെങ്ത് ഓഫ് 10 സെൻറ്റിമീറ്റർ ഈസ് ഫുള്ളി സബ്മേർജ്ഡ് ഇൻ എ കണ്ടെയ്നർ ഫിൽഡ് വിത്ത് വാട്ടർ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇൻ ലിറ്റേഴ്സ്? അപ്പോൾ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ? ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്ന്
ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ചെയ്യാൻ നമുക്ക് വോളിയം ഓഫ് ക്യൂബ് കണ്ടാൽ മതി. വോളിയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 × 10 × എല്ലാം 10 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 10 × 10 × 10 എന്നാലാണ് 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടുള്ളൂ അല്ലേ? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ക്യൂബിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് 10 × 10 × 10 ചെയ്താൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടുള്ളൂ എന്നറിയാം. അപ്പോൾ മൊത്തം എന്ന് പറയുന്നത് എത്രയായിരിക്കും? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എത്രയായിരിക്കും? 1 ലിറ്റർ ആയിരിക്കും. 1000 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ആണ്. Activity 6. What fraction need to be added to 2/7 to get 1? What fraction need to be added to 2/7 to get 1? 2/7നോട് ഏത് ഫ്രാക്ഷൻ ആഡ് ചെയ്താലാണ് നമുക്ക് 1 കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? 5/7 അല്ലേ? 5/7 ചെയ്താലാണ് 1 കിട്ടുക. എങ്ങനെയാണ്? നമുക്ക് ഓരോന്നും എടുത്ത് 2/7നോട് നമ്മൾ പ്ലസ് എത്രയാണ്? 5/7 ചെയ്യുന്നു. ഓരോന്നും നിങ്ങൾ ചെയ്ത് നോക്കണം. ഇവിടെ നോക്കൂ, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ 7 താഴെ എടുക്കുക. 5 + 2 എത്രയാണ്? 7 ആണ്. അപ്പോൾ 7/7 എത്രയാണ്? 1 ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് 1/3 ആൻഡ് 2/5. 1/3യുടെയും 2/5ൻ്റെയും സം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/3 + 2/5 എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യുക? രണ്ട് ഡിനോമിനേറ്റർ ഡിഫറൻസ് ആണ് അല്ലേ? അപ്പോൾ അത് ഒരുപോലെ ആക്കാൻ വേണ്ടി ആദ്യം നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ? ആദ്യം 1 × 5 5, 2 × 3 5 + 6 എന്ന് കിട്ടി അല്ലേ? 2 × 3 6, 2 × 3 6. ആദ്യം ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് 5 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. 5 × 3 15. 5 + 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 11 അല്ലേ? 11/15. അപ്പോൾ ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 11/15 ആണ്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ 1/3 + 2/5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഇങ്ങനെ ക്രോസ് ചെയ്യണം. അപ്പോൾ 5 + 6/15 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 11/15. അതാണ് ബിയുടെ ഉത്തരം. ഇനി ഇതിൻ്റെ സിയുടെ ക്വസ്റ്റ്യൻ നോക്കാം. എ കണ്ടെയ്നർ ഹാസ് 1½ liters ഓഫ് മിൽക്ക് ആൻഡ് another container has 2 3/4 liters of milk. How many liters of milk are there in both container? ഒരു കണ്ടെയ്നറിൽ 1½ liter ഓഫ് മിൽക്ക് ഉണ്ട്, മറ്റതിൽ 2 3/4 liter ഓഫ് മിൽക്ക് ഉണ്ട്. രണ്ടിലും കൂടി എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേൽ എത്രയാണുള്ളത്? സി ക്വസ്റ്റ്യൻ 1½ അപ്പോൾ 1 1/2 അല്ലേ? 1/2 പ്ലസ് അടുത്തത് എത്രയാണ്? രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് 2 3/4. അപ്പം 2 അവിടെ ഇട്ടിട്ട് 3/4 ഇങ്ങനെ ഇടണം. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പം എങ്ങനെ ചെയ്യും? നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് ചേർക്കാം അല്ലേ? 1 + 1/2 + 2 + 3/4 അങ്ങനെയല്ലേ കിട്ടുക? അതായത് 1 ഉം 2 അപ്പം 3 + 1/2 + 1/2 + 1/4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/2 എത്രയാണ്? 1 ആണ് അല്ലേ? 1/2 1 ആണ് പ്ലസ് 1/4. ഇനിയോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 + 1/4 എന്ന് കിട്ടും. അതായത് 4 1/4 ലിറ്ററിന് ഉത്തരം കിട്ടും. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ആക്ടിവിറ്റി 7ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാമു ഡ്രോ എ സർക്കിൾ ആൻഡ് കളേർഡ് 7/12 ഓഫ് ഇറ്റ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് സർക്കിൾ ഈസ് ലെഫ്റ്റ് ടു ബി കളേർഡ്? ബാക്കി രാമു ഒരു സർക്കിൾ കളർ ചെയ്തു അല്ലേ? 7/12 ഓഫ് ആണ് കളർ ചെയ്തത്. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ലെഫ്റ്റ് ടു ബി കളേർഡ്? ബാക്കി എത്രയായിരിക്കും ഉള്ളത്? കളർ ചെയ്യാത്ത ഭാഗങ്ങൾ ബാക്കി എത്രയായിരിക്കും ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? മൊത്തം 12 ആണുള്ളത് അല്ലേ? അപ്പോൾ 7 കഴിഞ്ഞാൽ 8 9 10 11 12 ബാക്കി 5 എണ്ണാണുള്ളത്. അപ്പോൾ 5/12. അപ്പോൾ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫ്രാക്ഷൻസ് 2/5 3/4 ആൻഡ് 3/5 ഇൻ ഓർഡർ ഫ്രം സ്മോളസ്റ്റ് ടു ലാർജർ യൂസിങ് ദ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. നിങ്ങൾ എന്താണ്
2/5 3/4 ആൻഡ് 3/5ൻ്റെയും ഫ്രാക്ഷൻസ് അത് എഴുതാൻ, എന്നിട്ട് എന്താണ് സ്മോളസ്റ്റിന്ന് ലാർജസ്റ്റിലേക്ക് സിമ്പിൾ ഉപയോഗിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം 2/5 എടുക്കാം. ബി ക്വസ്റ്റ്യൻ ആണ്. 2/5 എടുത്തു. 2/5നെ എങ്ങനെ എഴുതാം? 2 × 4 5 × 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8/20. 8/20നെ നമുക്ക് എന്തെന്ന് കിട്ടും? 2/5 എന്ന് കിട്ടും അല്ലേ? ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് 3/4നെയാണ്. അപ്പോൾ 3 × 5 4 × 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 15/20. ഇതിനെ സിമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/4 എന്ന് കിട്ടും. അടുത്തത് പറഞ്ഞിരിക്കുന്നത് 3/5നെയാണ്. 3/5 3 × 4 5 × 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12/20. 12/20 എന്ന് കിട്ടും. നമ്മളിത് ഏതാ വലുത് ചെറുതെന്നുള്ള രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ വീണ്ടും നോക്കാം നമുക്ക് ഏതൊക്കെയായിരിക്കും. അപ്പോൾ 2/5നേക്കാൾ വലുതായിരിക്കും അത് 3/5. അതിനേക്കാൾ വലുതായിരിക്കും അത് 3/4 എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ചെറുത് ഇതായിരിക്കും, സെക്കൻഡ് ഇതാണ്, തേർഡ് ഇത്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാവുമ്പോൾ ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ്, എ ടാങ്ക് ക്യാൻ ഹോൾഡ് 10 liters of water and currently has 3/4 liters of water. How many more liters of water needed to be added to fill tank? ഒരു ടാങ്കിൽ 10 ലിറ്റർ വാട്ടർ ഹോൾഡ് ചെയ്യാൻ കഴിയും, അതിനകത്ത് നിറയ്ക്കാൻ കഴിയും. 3/4 ലിറ്റർ ഓഫ് വാട്ടർ ആണ് ഇപ്പോൾ ഉള്ളൂ. ഹൗ മെനി മോർ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നീഡ് ടു ബി ആഡഡ് ടു ഫിൽ ദ ടാങ്ക്? ടാങ്ക് നിറയ്ക്കാൻ ബാക്കി എത്ര കൂടുതൽ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മൊത്തം ഉള്ളത് 10 ആണ്. അപ്പം അതിൽ നിന്ന് നമുക്കിപ്പോൾ നിലവിലുള്ളത് 3/4 ആണ്. അതിനെ മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 10 പുറത്ത് എടുത്തിട്ട് 10 - 3 + 3/4 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 - പുറത്തുള്ളതിനെയൊക്കെ ചെയ്യല്ലേ? അപ്പോൾ 10 - 3 മൈനസ് എന്ത് കിട്ടും? 3/4 എന്ന് കിട്ടും. 10 - 3 - 3/4 എന്ന് കിട്ടും. 10 - 3 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 - 3/4 എന്ന് കിട്ടും. ഇനിയോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇതിനെ നമുക്ക് 6/1/4 ലിറ്ററിന് എഴുതാം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 8 ആണ്. വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 4 meters 30 centimeter? ഇത് ഡെസിമൽ ഫോം ഏതാണെന്ന് ചോദിച്ചാണ്. 4 meters 30 centimeter ഏതായിരിക്കും? 4.3 അല്ലേ? എ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് 514 ഡിവൈഡഡ് ബൈ 1000 ഇൻ ഡെസിമൽ ഫോം. ഡെസിമൽ ഫോമിലേക്ക് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ എത്ര സീറോ ഉണ്ടെന്ന് ആദ്യം ശ്രദ്ധിക്കുക. എത്ര സീറോ ഉണ്ട്? 3 സീറോ ഉണ്ട്. അപ്പോൾ 3 പൊസിഷൻ ബാക്കിൽ നിന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡെസിമൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 540 ഡിവൈഡഡ് ബൈ 1000 ആണ്. 3 സീറോയാണുള്ളത്. അപ്പോൾ 3 പൊസിഷൻ ഇവിടെ നിന്ന് മാറ്റണം. അപ്പോൾ അത് 514 എന്നുള്ളത് ബാക്കിൽ നിന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ എന്ത് ഇടാൻ? പോയിന്റ് ഇടാം. അപ്പോൾ 0.514 കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ, റൈറ്റ് 100 ലിറ്റർ 750 milliliters in fraction from and decimal form എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് 100 ലിറ്റർ 750 മില്ലിലിറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 175 ഡിവൈഡഡ് ബൈ 100 ലിറ്റേഴ്സ് എന്ന് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇവിടെ 2 സീറോയേ ഉള്ളൂ. അപ്പോൾ 2 സീറോ 2 പോയിന്റ് മാറ്റിയിട്ടില്ലേ? 0.75 അതവിടെ ഇടണം. പിന്നെ ഫ്രണ്ടിൽ എത്ര ഇടണം? 100 ഇടണം. അത്രയും ലിറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്കും ഫ്രാക്ഷൻ ഫോമിലേക്കും മാറ്റാനാണ്. 170/5 100 എന്നാണ്. അപ്പോൾ 2 സീറോയുള്ളത് കൊണ്ട് മുകളിലത്തെ സംഖ്യയുടെ 2 ഭാഗം മാറ്റി, ബാക്കിൽ നിന്ന് 2 മാറ്റിയിട്ട് നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് 100 ഈ 100 ആദ്യം എഴുതി.
Next question. D question. Split 4.572 according to its place value. ഇതിനെ അതിൻ്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾക്കൊരു കോളൊക്കെ വരച്ച് 572 ആണ് അല്ലേ പ്ലേസ് വാല്യൂസിൻ്റെ ഇതിൽ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാം? ഒരു പ്ലേസ് വാല്യൂസ് ഇട്ടിട്ട് നമുക്ക് എഴുതാം. ആദ്യം 1/10, അടുത്ത് 1/100, 100ൻ്റെ പ്ലേസിൽ 1/1000, 1000ൻ്റെ പ്ലേസിൽ. അപ്പോൾ 1 എന്ന് പറയുന്ന ഭാഗത്ത് 4, 10ൻ്റെ ഭാഗത്ത് 5, നെക്സ്റ്റ് 7, 2, 1000ൻ്റെ ഭാഗത്ത് ഇങ്ങനെയായിട്ട് നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.